ഹായ് സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് നല്ല അടിപൊളി വെറൈറ്റി ഒരു സംഭവമാട്ടോ. അപ്പം എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ല കേട്ടോ. നമ്മളെപ്പോഴും കാര്യങ്ങൾ പറയുമ്പോൾ സത്യസന്ധതയോടു കൂടി പറയണ്ടേ. അത് എന്താ വെച്ചാൽ ഞാനിന്ന് നമ്മൾ മൊബൈലിൽ ഇങ്ങനെ നേരം കുത്തി തോണ്ടിക്കണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കൂവപ്പൊടിൻ്റെ ഒരു സംഭവം കണ്ടു കേട്ടോ. കൂവപ്പൊടി വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കുക. ഞാൻ സത്യത്തിൽ ആദ്യമായിട്ട് കാണാൻ കേട്ടോ അത് സംഭവം. അപ്പോൾ ഒരു ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് ഇങ്ങനെ ഞാനെന്തായാലും ആ ചേച്ചിക്ക് സബ്ബും ചെയ്ത് കൊടുത്തിരിക്കണം, ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടിരിക്കണം കേട്ടോ. സംഭവം എന്താ പേര് ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതിൻ്റെ ആ ചൊറുക്ക് കണ്ടപ്പോൾ അങ്ങോട്ട് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും നമ്മളെ കൂവപ്പൊടി ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ കുറേ ദിവസത്തിന് മുന്നേ ഉണ്ടാക്കിയിരുന്നല്ലൊരു കൂവപ്പൊടി. അപ്പോൾ ഞാനിങ്ങനെ കരുതി നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ അവർ അണ്ടിപ്പരിപ്പും പിന്നെ ബദാമും പിസ്തയും ഒക്കെ പൊടിച്ചിട്ടോ. പക്ഷെ നമ്മളെ കയ്യിൽ അതൊന്നുമില്ല. കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് പിന്നെ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. നെയ്യ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഇതാ എടുത്തിക്കണം കേട്ടോ. എന്നിട്ട് മാവൊക്കെ എടുത്ത് ആ ചേച്ചി കാട്ടിയ പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം കലക്കി അരിച്ച് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ഇനി ഇതിങ്ങനെ നല്ലോണം ഒന്ന് കുറുക്കി വരുന്ന ടൈമിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം, അതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഹൽവ കേട്ടോ. അവരുണ്ടാക്കിയത് കണ്ടപ്പോൾ തന്നെ എനിക്കിങ്ങനെ മനസ്സിൽ കുറേ ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ, അല്ലെങ്കിൽ അല്ല, ചിലത് ശരിയാകും ചിലത് ശരിയാവില്ല. അങ്ങനെ ഡയലോഗ് നമ്മളെവിടെയോ കേട്ടിക്കണല്ലോ അല്ലേ, അതേപോലെ. അപ്പോൾ ഞാൻ പച്ചോളിയും കത്തോളിയും എന്ന് പറഞ്ഞിട്ട് എടുത്ത് തുടക്കി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതിൻ്റെ കളറൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ. ഒരു ബ്രൗൺ കളറായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഞാനിങ്ങനെ കരുതി പഠിച്ചവന് ഇതിപ്പോൾ ശരിയാകുമോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ. നമ്മളെ വോയിസ് കൊടുക്കാൻ നേരത്തെ തന്നെ ആ ഡയാനിൻ്റെ സൗണ്ട് ഇട്ട് ഓള് എന്നെ വോയിസ് കൊടുക്കാൻ സമ്മതിക്കൂല. കണ്ടില്ലേ ഒച്ചപ്പാട്, കൽപ്പിച്ചുവിട്ടിന്നെ ഇതാക്കാൻ വേണ്ടി ഒച്ച ഉണ്ടാക്കട്ടോള്. അങ്ങനെ ഓൾ ആ വൈക്ക് അവിടെ ഒച്ച ഉണ്ടാക്കി എടുക്കട്ടെ, അവളിപ്പോൾ മെയിൻ ചെയ്തായിട്ട് കാര്യമല്ല. അപ്പോൾ അതാ നമ്മളെ സംഭവങ്ങൾ ഞാനിപ്പോൾ നെയ്യിട്ട് കൊടുത്തു, അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു, പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. അണ്ടിപ്പരിപ്പ് ഞാൻ വല്ലാതെ അങ്ങോട്ട് പൊടിച്ചില്ല. സംഭവം എന്താ പറയുക, കുളമായി കഴിഞ്ഞാൽ നമുക്ക് ആ അണ്ടിപ്പരിപ്പെങ്കിലും പെറുക്കിയെടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കലോടെ ഇളക്കൽ കേട്ടോ. അപ്പോൾ ചട്ടിയിൽ അടിപ്പിടിക്കുകയൊക്കെ ഉണ്ട്. എനിക്ക് തന്നെ ചിരി വരുന്നുണ്ടോ, പഠിച്ചോനെ കൊളാകോ അത്രയും എൻ്റെ സാധനങ്ങൾ വേസ്റ്റ് ആകുമോ എന്നൊക്കെ എടുത്ത്. പിന്നെ ഇളക്കൽ നിർത്തിയിട്ടില്ല നമ്മൾ കേട്ടോ. പിന്നെ ഇളക്കിയും കൊണ്ട് തന്നെ ഇരിക്കണത്. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് കേട്ടോ ഇതിലിങ്ങനെ കൈ എടുക്കാതെ ഇളക്കണമെന്ന്. അപ്പോൾ ഞാനൊന്ന് കൈ എടുക്കാതെ അങ്ങനെ ഇളക്കാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടിയെന്ന് വെച്ചാൽ ആ മഞ്ഞപ്പൊട്ട കളറൊക്കെ ഇങ്ങനെ വിരൽ തുടങ്ങിയിട്ടോ. പിന്നെ ആ അൽവൻ്റെ മണമൊക്കെ ഇങ്ങോട്ട് വിരലെടുത്തി. അപ്പോൾ ചെറിയൊരു സമാധാനം കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ഇളക്കി മറിച്ച് കലക്കി അവിടെ അങ്ങനെ നിന്നു. കുറേ സമയം ഞാൻ എന്തായാലും മെനക്കെട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ കിച്ചണിൽ ഇതുപോലൊരു പണി മെനക്കെട്ടിട്ടില്ല. പിന്നെ സംഭവം ലാസ്റ്റ് എനിക്ക് തോന്നി ഈസിയായി തോന്നിട്ടോ, അത്ര വലിയ പണിയൊന്നും ഇല്ല എന്നൊക്കെ തോന്നി. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഹൽവ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. പിന്നെ ഒക്കെപ്പാടെ ഒരു കളർ ചേഞ്ചൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കണ്ടില്ല, ഇങ്ങനെ ഒട്ടലൊക്കെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം. അതേപോലെ തന്നെ ആയി കിട്ടുമോ ഒക്കെ ഒരു മനസ്സിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നെയ്യ് ഒഴിച്ച് കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളവിടെ കുറച്ച് നെയ്യേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഓയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. സത്യം പറയാമല്ലോ, ഓയിൽ ഞാൻ ഒഴിച്ചിരിക്കണം കേട്ടോ. നെയ്യ് മാത്രം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും അവരത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ നെയ്യ് ഉള്ളത് ഫുൾ ഒഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ഓയിലും. പിന്നെ ഇങ്ങനെ കുറച്ച് സെറ്റായിട്ട് എന്തായാലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാകമായപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കിയതാ. ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് ചെറിയൊരു ലൈറ്റ് കളർ മഞ്ഞ കളറൊക്കെ കിട്ടിയിരിക്കുന്നത്.
ഇനിയിപ്പോൾ അത് ആറി തണുത്തൊരു പാത്രമൊക്കെ എടുത്ത് അതിക്ക് അവർ പിന്നെ നമ്മൾ ഹൽവ ബോക്സ് ചില്ലിൻ്റെ ഒക്കെ ഒരു നല്ല ചെറുക്കുള്ള പാത്രമൊക്കെ ചെയ്യുന്നുണ്ടോ. നമുക്ക് അങ്ങനത്തെ പാത്രമൊന്നുമില്ല. നമ്മൾ ചോറ് ഇരിക്കണം നല്ല അടിപൊളി സ്റ്റീലിൻ്റെ പാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽക്ക് അങ്ങോട്ട് ഇടാം. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ അമർത്തിയൊക്കെ നോക്കുന്നത്, പക്ഷേ നമ്മളെ കയ്യിലൊന്നും ഒട്ടുന്നില്ല കേട്ടോ. പിന്നെ എണ്ണ മാത്രം ഇങ്ങനെ കയ്യിൽ ആവണുള്ളൂ കേട്ടോ, നെയ്യും എണ്ണയും മാത്രം. അപ്പോൾ എന്തായാലും നമുക്കിനി പ്ലേറ്റിലൊക്കെ ഒന്ന് ഇത് ആക്കിയിട്ട് അങ്ങോട്ട് ചൊറുക്ക് ചെയ്യാം കേട്ടോ, ചൊറുക്കാക്കി വെക്കാം. എന്തായാലും കുളമാവും എന്ന് വിചാരിച്ച സംഭവം മനസ്സിലിപ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നിയിട്ടപ്പോൾ സംഭവം കണ്ടില്ലേ, ഇതാ ഈ പരിവായിട്ട്. ഇനിയിപ്പോൾ ഇളകണമെന്നില്ല കേട്ടോ, അങ്ങോട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ കൈയൊക്കെ വേദനയൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ ഇളക്കാൻ നിൽക്കണമെന്നുണ്ട്. അപ്പോൾ അതാ നമ്മളിതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിക്കങ്ങോട്ട് കൊട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പ്ലേറ്റിൽ എണ്ണയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഞാൻ പ്ലേറ്റ് ഒന്ന് വെറുതെ ഒന്ന് റാക്കിലിങ്ങനെ ഇരുന്നതാണ്, അതൊന്ന് എടുത്തിട്ട് ഞാനത് കഴുകി അങ്ങനെ വെച്ചെടുത്ത്. സത്യത്തിൽ എണ്ണ പ്ലേറ്റിലാക്കി കൊടുക്കണം, പക്ഷെ ഞാനത് മറന്നിട്ടോ. ആകെ ഒരു ബേജാറിൽ എന്താവും ഏതാവും എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇനി ഒന്ന് നമുക്ക് പരത്തി നല്ല സെറ്റാക്കി കൊടുക്കട്ടോ. അപ്പോൾ നമ്മളിതാ അടിപൊളിയായിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിലൊന്നും ഇപ്പോൾ നമ്മൾ ഈ മരത്തിൻ്റെ ചട്ടകത്തിലൊന്നും ഒട്ടണമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു ഹൽവൻ്റെ അതേ രൂപത്തിൽ തന്നെ മണമുണ്ട് കേട്ടോ. നല്ലൊരു ആ നെയ്യിൻ്റെയും പിന്നെ പഞ്ചസാര ഒക്കെ ഒരുക്കും നല്ലൊരു എണ്ണയും ഒക്കെ കൂടിയൊരു ഹൽവൻ്റെ മണം ഉണ്ടല്ലോ അത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലോണം തണുപ്പിക്കണം. കുറച്ച് തണുത്തിട്ട് പ്ലേറ്റിൽ നിന്ന് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ അങ്ങനെ കുറച്ച് പരിശ്രമത്തിന് ശേഷം നമ്മൾ ഹലുവ അടിപൊളിയായിട്ടോ പ്ലേറ്റിലൊക്കെ അതാ നിരത്തി വെച്ച് ഇനി നമ്മൾ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും കൂടി അതിൻ്റെ മേലെ ഒന്ന് ചൊറുക്ക് ചെയ്യാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അണ്ടിപ്പരിപ്പിനൊക്കെ നല്ല വിലയല്ലേ. പിസ്തയും ബദാമൊന്നും നമ്മൾ അങ്ങനെ ഡെയിലി ഒന്നും വാങ്ങുന്ന ആൾക്കാരെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതാ അണ്ടിപ്പരിപ്പൊക്കെ നല്ല അടിപൊളിയായി ചുരുക്കാക്കി വെച്ച് ഇനി നമുക്ക് അത് കുറച്ച് നേരം തണുപ്പിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അതിങ്ങനെ പുറത്തേക്ക് ചാടുന്ന രൂപത്തിലാണ് അത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിത് അമർത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു സന്തോഷമൊക്കെ ആയിട്ടോ സെറ്റായി കിട്ടിയപ്പോൾ ഇനി അണ്ടിപ്പരിപ്പ് ഇങ്ങനെ നമുക്ക് കുറേശ്ശെ അങ്ങനെ അമർത്തി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ വേറെ ഗാർണിഷ് ചെയ്യാനൊന്നും നമുക്ക് ഇല്ല കേട്ടോ. ഈ സംഭവം തന്നെ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, പിസ്തയും ബദാമൊന്നും ഇല്ല, അണ്ടിപ്പരിപ്പും നെയ്യും പഞ്ചസാരയും പിന്നെ ഒരു സാധനം ഇതിൽ ചേർത്തിട്ടില്ല. പിന്നെ ഇതിൽ നമുക്ക് കളറിന് വേണ്ടിയിട്ട് ബദാമിൻ്റെ പൂവുണ്ടല്ലോ അതും കൂടി ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടിയാണ് ചേർത്തത്, അവരും അതന്നെ കേട്ടോ ചേർത്തത് മഞ്ഞപ്പൊടി. അപ്പോൾ അതാ നമ്മൾ ചട്ടകത്തിലുള്ള സംഭവം കേട്ടോ. നല്ല ചൂടാറുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്, കയ്യിലൊന്നും അങ്ങനെ ഒട്ടാതെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് തണുക്കട്ടെ അല്ലേ. അതുവരെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കി നോക്കാം. ഇനിയുണ്ടല്ലോ വേറെ, ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കണതിൻ്റെ ഇടയിലാട്ടോ അത് ഉണ്ടാക്കി തണുപ്പിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തണുപ്പിച്ച് കട്ട് ചെയ്യാനൊന്നും ടൈം കിട്ടില്ല. അപ്പോൾ അതാ അടിപൊളി സെറ്റായിട്ട് കാണാൻ തന്നെ ഒരു നല്ല ചൊറുക്കൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. പ്ലേറ്റിൽ നിന്ന് ഇപ്പം തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഞാനിങ്ങനെ ചെരിച്ചപ്പോൾ ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് വരികയൊക്കെ ചെയ്തു. അപ്പോൾ അതങ്ങോട്ട് തണുക്കാൻ വേണ്ടി നമ്മളിത് അടച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 4:30-5 മണിയാകാൻ നേരത്താട്ടോ ഞാനിപ്പോൾ അതെടുത്തത്. മക്കളൊക്കെ വരാൻ നേരത്ത് അവരൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാനും തിന്നാനൊക്കെ ആൾക്കാരുള്ള. നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഒരു രസമല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതാട്ടോ അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഞാനെന്തായാലും കത്തി കൊണ്ട് തന്നെ ചെറിയ പീസാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കത്തിമൊന്നും അങ്ങനെ ഒട്ടണമൊന്നുമില്ല, നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മളെ ഹൽവ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് കുറച്ചൊക്കെ ഒരു തിക്കായിട്ടുണ്ടല്ലോ. അപ്പോൾ അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും നമ്മളത് കുറച്ചൊക്കെ ഒരു സോഫ്റ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ അത് അണ്ടിപ്പരിപ്പൊക്കെ അങ്ങോട്ട് നല്ല സെറ്റായി ഇനി നമുക്കത് ചെറിയ ചെറിയ പീസാക്കി അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇന്നത്തെ സംഭവമായിട്ടോ നമ്മൾ പറയണം കേട്ടോ. എന്ത് കാര്യം ഉള്ളതുപോലെ പറയണം. നമ്മൾ കുറേ അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ. നമുക്ക് അറിയാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ ഞാൻ പറയും, അറിയുന്ന ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ.
പിന്നെ ഇതൊക്കെ ഓരോന്ന് നമ്മൾ കണ്ടിങ്ങനെ ചെയ്യണമല്ലോ എല്ലാവരും അധികം എല്ലാവരും അങ്ങനെ തന്നെ ആവുമെന്ന് കരുതുന്നു. നമുക്ക് ആർക്കും സ്വന്തമായിട്ടൊരു ഇതും പിന്നെ ഷെഫിൻ്റെ ജോലിക്കൊക്കെ പഠിക്കണവർക്കൊക്കെ എല്ലാ ഐറ്റംസ് അറിയാം. നമ്മൾ സാധാരണക്കാരെ വീട്ടിലത്തെ ജോലി ചെയ്ത് നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പം നമുക്ക് ഈ നാടൻ ഫുഡുകളും നാടൻ രീതിയിലുള്ളതൊക്കെ അറിയുള്ളൂ കേട്ടോ. അതിങ്ങനെ വലിയ വലിയ ഷെഫ് ചെയ്യണ രീതിക്കൊന്നും നമുക്ക് ചെയ്യാൻ അറിയില്ല. ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അതിന് വേണ്ടി തന്നെയല്ലേ ഓരോരുത്തരിങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വേണ്ടേ. അപ്പം ഞാനെന്തായാലും ഞാനതുപോലെ കുറേ പ്രാവശ്യം അങ്ങനെ ഇതിലിട്ട് എനിക്ക് ചാനൽ തുടങ്ങുന്നതിൻ്റെയൊക്കെ മുന്നിട്ടോ ഞാൻ ഫുൾ ടൈം യൂട്യൂബ് ഇങ്ങനെ കാണും കേട്ടോ. എനിക്ക് ചാനൽ അന്നൊന്നും ഇല്ല. ഞാൻ എല്ലാവരും പക്ഷെ അന്നൊന്നും എനിക്ക് സബ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. സബ് ചെയ്യാൻ അവരങ്ങനെ പറയുന്ന കേൾക്കാം, അതൊന്നും ചെയ്യില്ല. ലൈക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ വെറൈറ്റി ഫുഡൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ ഒരു സംഭവം തന്നെ കേട്ടോ. അപ്പോൾ നമ്മളിതാ അലുവയൊക്കെ അടിപൊളിയായി സെറ്റാക്കി മുറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് തന്നെ കിട്ടി. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല കയ്യിലൊന്നും ഒട്ടാതെ നല്ല സോഫ്റ്റായിട്ട് ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല രസം കേട്ടോ കയ്യിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും തരിക, ഒരു സബും തരിക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.